ഈ പ്രാവശ്യം ഈ പറഞ്ഞ ഈ 62 സീറ്റുകളും നിലനിർത്തുക എന്നുള്ളൊരു ടാസ്കിലേക്ക് തന്നെയാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ അവർ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം ഒരു മൂന്നാം ഊഴത്തിൻ്റെ സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. വലിയ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ മലബാറിൽ ആകെ കോൺഗ്രസിനുള്ള എത്ര സീറ്റുകളാണെന്നറിയാമോ? 2 സീറ്റ് വയനാട്ടിൽ നിന്നുണ്ട്, 2 സീറ്റ് കണ്ണൂരിൽ നിന്നുണ്ട്, 1 സീറ്റ് പാലക്കാട് നിന്നുണ്ട്, 5 സീറ്റാണ് ഉള്ളത്. പിന്നെ വണ്ടൂർ, പിന്നെ മലപ്പുറത്ത് നിന്ന് 1 സീറ്റ്, 6 സീറ്റാണ് അവിടെ ഉള്ളത്. നോക്കൂ, മലബാറിൽ സീറ്റുകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നറിയാമോ കോൺഗ്രസിന്? കാസർഗോഡ് ഒറ്റ സീറ്റില്ല, കോഴിക്കോട് സീറ്റില്ല കോൺഗ്രസിന്. ഇപ്പോൾ തിരുവിതാംകൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധ്യകേരളത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 1 സീറ്റാണ് ഉള്ളത്. ഇടുക്കിയിൽ സീറ്റ്. അതെ, തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്, കൊല്ലത്ത് 2 സീറ്റാണുള്ളത്, ആലപ്പുഴയിൽ ആകെ 1 സീറ്റാണ് ഉള്ളത്, പത്തനംതിട്ട സീറ്റില്ല, ഇടുക്കിയിൽ തൃശ്ശൂർ 1 സീറ്റാണ് ഉള്ളത്, ചാലക്കുടി. അപ്പം പിന്നെ കോൺഗ്രസ് ആകപ്പാടെ രക്ഷപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്താണ്. ആകെയുള്ള 14 സീറ്റുകളിൽ 8 സീറ്റ് കിട്ടി. അപ്പോൾ കോൺഗ്രസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 21 സീറ്റിൽ നിന്ന് അവരൊരു 60 സീറ്റുകൾ നേടിയാലേ ആ മുന്നണി അധികാരത്തിൽ വരും. ബാക്കി ലീഗും കുറച്ച് പിന്നെ മറ്റ് ഈർക്കിളി പാർട്ടികളും ഒക്കെ കൂടെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ 60 സീറ്റ് എന്ന് പറയുന്നത് ചെറിയ ടാസ്ക്കാണോ? അതേസമയം പിന്നെ CPM സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്കുമല്ല.